വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഹെസക്കിയ രോഗബാധിതനായെന്ന് കണ്ട് ബാബിലോൺ രാജാവ് കത്തുകളും സമ്മാനവുമായി ദൂതന്മാരെ അയച്ചു. ഹെസക്കിയ അവരെ സ്വാഗതം ചെയ്തു. തൻ്റെ ഭണ്ഡാരപ്പുരയും കലവറകളിൽ ഉണ്ടായിരുന്ന സ്വർണവും വെള്ളിയും സുഗന്ധദ്രവ്യങ്ങളും വിശിഷ്ട തൈലങ്ങളും ആയുധശേഖരവും അവരെ കാണിച്ചു. അതിനുശേഷം യെശയ്യാ പ്രവാചകൻ ഹെസക്കിയ രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. നിന്റെ ഭവനത്തിലുള്ളതും നിന്റെ പിതാക്കന്മാർ ഇന്നോളം ശേഖരിച്ചതും എല്ലാം ബാബിലോണിലേക്ക് കടത്തുന്ന ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു. ഒന്നും ശേഷിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പുത്രന്മാരിൽ ചിലരെയും കൊണ്ടുപോകും. ബാബിലോൺ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവർ അന്തഃപുര സേവകന്മാരായിരിക്കും. ഹെസക്കിയയുടെ മരണശേഷം പുത്രൻ മനാസെ തൻ്റെ 12-ാം വയസ്സിൽ യൂദയായുടെ 13-ാം രാജാവായി ഭരണമേറ്റു. അവൻ ജെറുസലേമിൽ 55 വർഷം ഭരിച്ചു. അവനും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. അവൻ ബാലിന് ബലിപീഠങ്ങളും അക്ഷേര പ്രതിഷ്ഠയും ഉണ്ടാക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. തൻ്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ഭാവി ബലപ്രവചനം, ശകുനം, ആഭിചാരം, മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും ചെയ്തു. വളരെയധികം തിന്മ ചെയ്ത് അവൻ കർത്താവിനെ പ്രകോപിപ്പിച്ചു. ഞാൻ ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും എൻ്റെ ദാസനായ മോശ അവർക്ക് നൽകിയ നിയമങ്ങളും ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തു നിന്ന് ബഹിഷ്കൃതരാകാൻ ഞാൻ അവർക്കിടയാവുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്തിരുന്നു. തൻ്റെ ദാസന്മാരായ പ്രവാചകരിലൂടെ കർത്താവ് അരുളി ചെയ്തു, യൂദാ രാജാവായ മനാസെയും മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും അമോര്യർ ചെയ്തതിനേക്കാൾ കൂടുതൽ ദുഷ്ടത ചെയ്യുകയും യൂദയെ കൊണ്ട് വിഗ്രഹപൂജ ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജെറുസലേമിൻ്റെയും യൂദയായുടെയും മേൽ അനർത്ഥം വരുത്തും. 2 രാജാക്കന്മാർ 21-ാം അധ്യായം 12-ാം തിരുവചനം. മനാസയുടെ കാലശേഷം പുത്രൻ ആമോൻ യൂദയായുടെ 14-ാം രാജാവായി ഭരണമേറ്റു. അവൻ ജെറുസലേമിൽ 2 വർഷം ഭരിച്ചു. തൻ്റെ പിതാവ് മനാസയെപ്പോലെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി ആമോനെ സ്വഭവനത്തിൽ വെച്ച് കൊന്നു. രാജ്യത്തെ ജനം ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെല്ലാം നിഗ്രഹിക്കുകയും അവൻ്റെ മകൻ ജോസിയായെ അവൻ്റെ 8-ാം വയസ്സിൽ യൂദയായുടെ 15-ാമത്തെ രാജാവായി അവരോധിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.